ഹിസ്ബുള്ളയുടെ മുട്ടുകൾ കൂട്ടിയിടിപ്പിച്ചെന്ന് ഒരേ സമയം എല്ലാവരും പറയുന്ന ആ ചാര സംഘടന ഏതാണ്? ഒന്നിനു പുറകെ ഒന്നൊന്നായി 3000 പേജറുകൾ ലെബനനിലും സിറിയയിലും മറ്റു പലയിടങ്ങളിലുമായി ഒരേ സമയം പൊട്ടിത്തെറിച്ചു. സ്ഫോടന പരമ്പരയിൽ ലെബനനിൽ മാത്രം 9 പേർ കൊല്ലപ്പെട്ടു. 3000-നടുത്ത ആളുകൾക്ക് പരിക്കേറ്റു. ഇത്രയധികം സ്ഫോടനങ്ങൾക്ക് ഒളിയമ്പ് എയ്തതാര്? ലെബനന്റെ തണലിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ളയെ തരിപ്പണമാക്കിയെന്ന് എല്ലാവരും പറയപ്പെടുന്ന മൊസാദ് ഇസ്രായേലിന്റെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. $95.6 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേൽ രാഷ്ട്രം, അതായത് ഇന്ത്യയുടെ 150-ൽ 1 മാത്രം വലിപ്പമുള്ള ഈ ജൂതരാഷ്ട്രത്തിന്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ ഏജൻസി ചില്ലറക്കാരനൊന്നുമല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് മൊസാദ് അറിയപ്പെടുന്നത്. 1949 ഡിസംബർ 13-ന് പ്രധാനമന്ത്രി ഡേവിഡ് ബെൻ ഗൂറിയോൺ റൂവൽ ഷിലോവയുടെ ശുപാർശ പ്രകാരമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോർഡിനേഷൻ എന്ന പേരിൽ മൊസാദ് രൂപീകൃതമാകുന്നത്. രൂപീകൃതമായതിൽ ഇസ്രായേലിന്റെ നിലവിലുള്ള സുരക്ഷാ സേവനങ്ങൾ, സൈനിക രഹസ്യാന്വേഷണ വിഭാഗമായ അമൻ, ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കുന്ന ഷിൻബെറ്റ് എന്നിവയ്ക്കൊപ്പം ഇസ്രായേൽ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിലെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നാണിത്. രഹസ്യാന്വേഷണം, രഹസ്യ ഓപ്പറേഷൻ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഉത്തരവാദിത്തം മൊസാദിനാണ്. മൊസാദിന്റെ ഡയറക്ടർ നേരിട്ടാണ് പ്രധാനമന്ത്രിയുമായി വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം എന്ന വിശുദ്ധ ബൈബിളിലെ സുഭാഷിതങ്ങൾ 24-ാം അധ്യായത്തിലെ 6-ാം വാക്യമാണ് മൊസാദിന്റെ മോട്ടോ. മൊസാദിന്റെ 40% വരുന്ന അംഗങ്ങളും സ്ത്രീകളാണ്. മൊസാദിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന 24% വരുന്ന ഉദ്യോഗസ്ഥരും സ്ത്രീകളാണ് എന്നൊരു പ്രത്യേകതയും ഈ ഒരു ചാരസംഘടനയ്ക്കുണ്ട്. ഇത്രയധികം സ്ത്രീകളുള്ള ചാരസംഘടന ലോകത്തിൽ തന്നെ വേറെയില്ല. മ്യൂണിക് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത 3 പേരെ കൊന്ന ചാരവനിതയായ സിൽവിയ റാഫേലും മൊസാദിന്റെ ഭാഗം തന്നെ. എതിരാളികളുടെ ജീവനെടുക്കുവാൻ മൊസാദ് നടത്തിയ സീക്രട്ട് മിഷനുകൾ അനവധിയാണ്. അങ്ങനെ മൊസാദിന്റെ കാരണങ്ങളാൽ കൊല്ലപ്പെട്ടവരിൽ പല പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലെബനനിൽ ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ വീണ്ടും മൊസാദിന്റെ പക്കലേക്കാണ് ഉറ്റുനോക്കുന്നത്.